2024 അതെ. ഇനി അതിനൊന്നും വലിയ പ്രസക്തിയുള്ളൂ. ഈ ലിപ്ലോക്ക് തുറന്ന പരിപാടി ചെയ്തപ്പോ കൂടി അങ്ങനെ ഭയങ്കര പ്രത്യേകത തോന്നിയില്ല. നമ്മൾ മറ്റേതൊരു സീൻ ചെയ്യുന്ന പോലെയുള്ള ഒരു സീൻ മാത്രം വരുന്നു. പിന്നെന്താ, പിന്നെ ആ സിനിമയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ സിനിമയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. ഒരു ഇൻട്രസ്റ്റിംഗ് കഥയുണ്ട്. US വെച്ച് നമ്മുടെ പടം കാണിച്ചല്ലോ. നമ്മളവിടെ പടം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചർച്ചയാക്കുന്ന അല്ലെങ്കിൽ ഒരു അവസ്ഥ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ലിപ്ലോക്കൊക്കെ. അപ്പൊ അവിടെ ഒരു മലയാളി, അവിടുത്തെ ഒരു മീഡിയക്കാരൻ, അവിടെ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഒന്ന് എന്നെ പിടിച്ച് മാറ്റി വെച്ചിട്ട് ചോദിച്ചു, അത് ഇതിനകത്തൊരു ഭയങ്കര ലോങ് ഒരു ലിപ്ലോ സീനുണ്ടല്ലോ, അത് സാധാരണ മലയാളത്തിൽ കാണാത്തല്ലേ, ഞാൻ അത് വെച്ചിട്ടൊരു സാധനം എഴുതട്ടെ. അപ്പൊ മുട്ടുകാരൻ അപ്പൊ എന്ന് പറഞ്ഞ ട്രെയിലറിൽ നിങ്ങളത് വിട്, ടീസറിൽ നിങ്ങളത് വിട്, അത് നല്ല അങ്ങനെ അത് പറഞ്ഞുള്ള ആള് മതി. ഈ പറഞ്ഞ പോലെ 2024 ലിപ്ലോക്ക് ഒരു ചർച്ചയാണ്. ഈ ദൃശ്യം സിനിമയിൽ പോലീസ് കഥാപാത്രമായിട്ട് അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം ഷാജി ചേട്ടൻ കൂടുതൽ അറിയപ്പെടുന്നത്, കൂടുതൽ വരുന്ന കഥാപാത്രങ്ങളായാലും തന്നെ പോലീസ് കഥാപാത്രങ്ങളാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു നാടകം ചെയ്യുന്ന, വർഷങ്ങളോളം നാടകം ചെയ്യുന്ന ആളുകളുടെ കൂടെ അഭിനയിക്കുന്നു. അപ്പോൾ ചേട്ടൻ പണ്ട് മുതലേ സിനിമകൾ ചെയ്തതിന് കൂടുതലായാലും കോമഡി സിനിമകളായിരുന്നു കൂടുതലും ചെയ്തു വന്നിരുന്നത്. പിന്നെ കലാഭവനിലെ ഇതുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ഇത്രയും വർഷം അഭിനയിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇവരെ കൂടെ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇനി എന്തൊക്കെ അഭിനയത്തിൽ പഠിക്കാൻ പറ്റി എന്നുള്ളൊരു ഇത് ഈ സിനിമയിൽ നിന്നും? എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയായിരിക്കും ആട്ടം. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞാണ്. ഞാൻ അതിന് ആനന്ദിനോടും അതുപോലെ തന്നെ വിനയോട് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. അതിന് വിനയാണ് എന്നോട് ആദ്യം വിളിച്ച് ഈ സിനിമയെ പറ്റി പറയുന്നു, ആനന്ദ് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് ഇൻ്റർവ്യൂവിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു പറഞ്ഞാൽ, ഇതിന് മുൻപ് നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്ന പോലെ അല്ല ഇതിനകത്ത് കാണുന്നത്, അതിനെന്താണ് ചെയ്തത്, നിങ്ങൾ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തോ, എന്താണ് അതിനു വേണ്ടി പ്രിപ്പയർ ആയത്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരു ഇതുമില്ല, നമ്മൾ ചെല്ലുന്നു, നമ്മളിലോട്ട് ഒരു ഡയറക്ടർ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്ന എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഒരു ആക്ടറുടെ ആക്ടിങ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇതുവരെ ഒരു കഥാപാത്രത്തിനോടെയും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഡയറക്ടർ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു 3 ദിവസം റിഹേഴ്സലിന് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഡ്രാമ നമുക്ക് ഒരു പിടുത്തമില്ലാത്ത കാര്യമാണ്, അഭിനയം വലിയ പിടുത്തമൊന്നുമില്ല, കാരണം അങ്ങനെ ചെയ്ത് പോകുന്നതാണ്. പക്ഷേ ഈ ഡ്രാമ നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടില്ല, മറ്റേ ഡ്രാമയല്ലല്ലോ, ഇതൊരു ഭയങ്കര വേറൊരു പരിപാടിയാണ്. അപ്പം ഞാൻ റിഹേഴ്സലിന് ചെന്നു. ഇത് പിന്നെ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് അവിടുത്തെ ഒരു വൈബൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ ഒരുപാട് നമുക്ക് നോക്കും. പ്രത്യേകിച്ച് എനിക്കൊക്കെ ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു നെഗറ്റീവ് വൈബുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല, എനിക്ക് പറ്റില്ല, സംസാരിച്ച് നിൽക്കാനൊന്നും അങ്ങനെ പറ്റില്ല എനിക്ക്. പക്ഷെ ഇവിടെ വന്ന എല്ലാവരും ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. ഇവരുടെ ഈ ലോകത്തിൽമി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയായിരുന്നു റിഹേഴ്സലും കാര്യങ്ങളും എല്ലാം. പിന്നെ ഞാൻ അവിടെ മുതൽ ഇവരെ ഞാൻ നോക്കുകയായിരുന്നു. ഇവരെല്ലാം 10-20 വർഷമായിട്ട് ഡ്രാമ ചെയ്യുന്നവരല്ല. അപ്പോൾ ഇവരെങ്ങനെയാണ് ഡയലോഗ്സ് പറയുന്നത്, ഇവരെങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്. കാര്യം നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ തുടങ്ങുന്ന തന്നെ ഒരു ബാക്ക് സ്റ്റേജ് ഒക്കെയാണ്, മേക്കപ്പ് റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഇവർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനതെല്ലാം നോക്കുകയായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ആ ഒരു റൂട്ടിലോട്ട് വന്നത്. പിന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളോട് അത് വേണ്ട എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എപ്പോഴും ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ചെയ്യുന്നതല്ല, അത് ഓക്കെ പറഞ്ഞു ഇത് കൊടുത്തു, ഇത് അടിപൊളി എന്നൊക്കെ നമ്മളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്, മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ ചെയ്യുന്നത് അത് വേണ്ട, അതങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ അതിപ്പോൾ നോക്കണ്ട, അല്ലെങ്കിൽ ഈ സമയത്ത് എഴുന്നേക്കണ്ട. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടൊരു മറുപടി ഉണ്ടാവും ആ ഡയറക്ടർ, അല്ലെങ്കിൽ മനസ്സിലായില്ലേ? ചില ഡയറക്ടർമാർ അത് ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് എന്ന് പറയുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ചില ഡയറക്ടേഴ്സ് പറയും എഴുന്നേറ്റ് ഇതാണ് കുഴപ്പം, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ ഇതാണ് കുഴപ്പം, അവിടെ ചിരിക്കണ്ട. അങ്ങനെ ഒരു ഡയറക്ടറിനൊപ്പം അഭിനയിക്കാൻ പറ്റുന്നത് ഏതൊരു ആക്ടറിൻ്റെ വലിയ ഭാഗ്യമാണ്. എൻ്റെ ഭാഗ്യത്തിന് ആനന്ദിനെ പോലൊരു ഡയറക്ടറും ഒരു റൈറ്ററും ആയിരുന്നു ഈ സിനിമയുടെ. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, ഈ സിനിമയ്ക്ക് കിട്ടിയ എല്ലാ കൈഡികളും അർഹിക്കുന്ന ഒരാൾ ആനന്ദ കൃഷി എന്ന് പറയുന്ന റൈറ്ററും ഡയറക്ടറും തന്നെയാണ്. അതിനൊരു എതിരഭിപ്രായം ഇവിടെ ആർക്കുണ്ടാവുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നത്. ഫസ്റ്റ് കഥ പറയാൻ വന്നപ്പോൾ മുതൽ ഇപ്പം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് പോലും അദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പം അത് എന്താണ് ഒരു പ്രൊഫഷണലിസമാണ്. അപ്പം ചിലർ വന്ന് കഥ പറയുമ്പോൾ നമുക്കറിയാം ഇവർ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കും കേട്ടോ എന്ന് നമുക്കറിയാം. നമ്മൾ ചെയ്യാത്ത
എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഇവർ ചെയ്യിക്കുമെന്ന് നമുക്കറിയാം. ചില ഡയറക്ടേഴ്സ് വരും, ചില ഫിലിം മേക്കേഴ്സ് വരും. അങ്ങനെ കുറേ പേരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ജിത്തു ജോസഫ് മോഹൻ. അങ്ങനെ കുറേ പേരുടെ സിനിമകളിൽ അഭിനയിക്കാൻ മാസ്റ്റേഴ്സ് ആണെങ്കിലും ജോസ് സാറടക്കമുള്ളവരുടെയൊക്കെ ആണെങ്കിലും കമൽ സാറിൻ്റെ കൂടെയൊക്കെ സിബി മലയിൽ സാറിൻ്റെ കൂടെയൊക്കെ ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ ദൈവാനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. പുതിയ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ പൃഥ്വിരാജാണെന്നുണ്ടെങ്കിലും നിതിൻ രഞ്ജി പണിക്കരാണെന്നുണ്ടെങ്കിലും അപ്പോൾ ആ കൂട്ടത്തിലേക്ക് വരുന്ന ആൾ തന്നെയാണ് ആനന്ദ് ഏകർഷി. ഞാൻ ഉറപ്പ് പറയുന്നു, ഇനിയുള്ള അങ്ങോട്ടുള്ള മലയാള സിനിമകളിൽ ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ സിനിമകൾ, മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന സിനിമകൾ നമുക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നീട് ഇപ്പോൾ ഈ കോടി ക്ലബിൻ്റെ ഒരു കാലമാണ്. ഇപ്പോൾ ഒരു പടം കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിയുമ്പോൾ തന്നെ 100 കോടി 500 കോടി 1000 കോടിയൊക്കെ പറയുന്നു. അപ്പം ഇപ്പോഴത്തെ ഒരു പോക്ക് അനുസരിച്ച് ബിസിനസ് ലെവലിൽ എത്ര കോടിയായിരിക്കും? ഞാനത് ഉളവിട്ടടിക്കാന്ന് വിചാരിച്ചു, ഞാനത് സ്കിപ്പ് ചെയ്തു. ഒന്നും ഇതിലിടുക, അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടുന്നു. നമുക്ക് അത്തരം മേഖലകളിലേക്കല്ല നമുക്ക് എത്രത്തോളം ഈ സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത്. ഫിനാൻഷ്യലൊക്കെ നോക്കുന്ന ആളുകൾ വേറെ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ഈ പറയുന്ന പോലെ നമ്മുടെ സിനിമ നല്ലതാണ്, അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടിയാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ഞാനും ഈ ഓണക്കോടിയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളായിരുന്നു. എനിക്ക് 50 കോടി 100 കോടി എന്ന് പറഞ്ഞോളാം. ഇതാണ് ആദ്യ ഉദ്ദേശിച്ച തമാശ. അത് ഞാൻ അപ്പുറം പറഞ്ഞിരുന്നു ഓണ കോമഡിയാണ്. ചേട്ടാ സോഷ്യൽ മീഡിയ റിവ്യൂസ് ഒക്കെ എങ്ങനെയുണ്ട്? പൊളിയൊന്നുണ്ടോ? വൻ പൊളിയാണോ? താൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി തോന്നുക. ഒറ്റ പൈസ കൊടുത്ത് ഇടിപ്പിച്ചിട്ടില്ല. എല്ലാ ജനുവനായിട്ടുള്ള ആളുകൾ സിനിമ കണ്ടിട്ട് സ്റ്റോറി ഇടുന്നതാണ്. അല്ലെങ്കിൽ ഇന്നൊരു ഗംഭീര ഒരു ഭയങ്കര രസമുള്ള ഒരു റിവ്യൂ, അത് മറ്റേ എനിക്ക് തോന്നുന്നു അദ്ദേഹം സുരേഷ് ബാബു. അപ്പൊ റൈറ്റ് ഞാൻ ഇവനെ അതിന് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വായിക്കാം. 2024 നേരിയുള്ളതാക്കാൻ എല്ലാവരും ആട്ടം കാണുക. എന്തൊരു സിനിമയാണിത്! അസ്ഗർ ഫർഹാദിയുടെ ഒരു സിനിമ മലയാളം പറഞ്ഞതുപോലെ വെടിയും പുകയും കാതടപ്പിക്കുന്ന ബീജിയവും ഇല്ലാതെ സ്ക്രീനിൽ RDX വിസ്ഫോടനം തീർക്കാൻ നിസ്സാരമായ മനുഷ്യരുടെ മൗനം മതിയെന്ന് ആട്ടം പറയുന്നു. 12 പുരുഷന്മാരും ഒരു സ്ത്രീയും സംസാരിച്ചു തുടങ്ങുമ്പോൾ കോട്ടകയിൽ ഗന്ധകം മണക്കും, പുറത്ത് കാറ്റടിക്കും, മഴ മുഴങ്ങും. ആനന്ദ് ഏകശ്രീയും കൂട്ടുകാരും മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു. ആട്ടം കാണാൻ KG ജോർജ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ നല്ല റിവ്യൂ ഉണ്ട്. ചേട്ടാ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ നേര് തിയേറ്ററിലുണ്ടല്ലോ, അപ്പോൾ റിവ്യൂ വരുന്ന സമയത്ത് അതിനേക്കാളും ഒന്നുകൂടെ മികച്ച സിനിമയാണ് ആട്ടം എന്നൊക്കെ റിവ്യൂ വരും. അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് പറയാ? ലാലേട്ടൻ്റെ ഫാൻസിനെ കൂടെ നമ്മൾ അടിപൊളിക്കാനാണോ? ഒന്ന് കമ്പാരിസണിൽ അർത്ഥമില്ലുള്ളൂ. ഈ പറയുന്ന പോലെ ആ നേര് ഗംഭീര സിനിമ ആയതുകൊണ്ടിട്ടാണ് അത് ഇത്രത്തോളം കമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നത്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ലൈക്ക് മറ്റേ ലോകങ്ങളുടെ ഏറ്റവും വലിയ ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടറൊക്കെയാണ്. അപ്പോൾ കമ്പാരിസണൊന്നും അർത്ഥമില്ല. നമ്മൾ പറയുന്നത് നമ്മളുടെ സിനിമയെ കുറിച്ചിട്ട് നമുക്ക് പറയാം. നമ്മുടെ സിനിമ ഗംഭീര സിനിമയാണ്. സിനിമ ഇപ്പോൾ 100 പേര് കണ്ടാൽ 100 പേർക്കും സിനിമ ഇഷ്ടപ്പെടുന്നു എന്നുള്ളിടത്തുള്ള ഒരു അഭിമാനമൊക്കെയാണ്. വേറൊരു സിനിമയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ സിനിമ മാത്രം എന്നുള്ളതല്ല, അതൊരു ഗംഭീര അല്ലേ, ഗംഭീര സിനിമ ആയതുകൊണ്ടിട്ടാണ് സിനിമ ഇത്ര നാളായിട്ട് തിയേറ്ററിൽ നിൽക്കുകയും ഈ നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഏതോ 100 കോടി ക്ലബിലേക്ക് കയറാനുള്ള യാത്രയാണ് ആ സിനിമ നടത്തുന്നത്. നമുക്ക് അത്രയൊന്നും വേണ്ട, എന്നാലും ഈ പറയുന്ന പോലെ 100 കോടി 50 കോടി ഒന്നും ഇവിടെ എടുക്കുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളതാണ് സ്വപ്നം. തിയേറ്ററിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസം തിയേറ്റർ വിസിറ്റ് ഒക്കെ നടത്തുമ്പോൾ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഒരുപാട് ഇടങ്ങളിൽ ചിരിക്കുന്നു, ഒരുപാട് കയ്യടികൾ, സിനിമ കഴിയുമ്പോൾ ഉള്ള ആളുകൾ എഴുന്നേറ്റ് കൈയടിക്കുന്നു എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അതൊക്കെ മതി, ഹാപ്പിയാണ്. വേണ്ട 100 കോടി വേണ്ട. എന്നാൽ അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സുഖമുണ്ടോ? അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സുഖമുണ്ടോ? അത് ഇത് 100 കോടി അയ്യാ പിന്നെ അങ്ങനെ കേൾക്കുമ്പോഴോ അല്ല, നേരിട്ടുള്ള കമ്പാരിസണ് അത് എനിക്കത് റോങ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ നമ്മൾ പറയില്ല, ഈ ആർട്ടിനെ സംബന്ധിച്ച് നമുക്ക് കണക്ക് പോലെ അല്ലല്ലോ വെച്ചാൽ മാർക്കിടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് നോക്കി കാണുന്നത്. ആർട്ടിൽ നമുക്ക് മാർക്കിടാൻ പറ്റില്ല, ഫോർമുല ഇല്ല. ഇപ്പൊ ആനന്ദ് ഈ സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ആനന്ദിന്റെ സിനിമ പോലെ ഇരിക്കും അങ്ങനെ. അപ്പൊ ഓരോ സിഗ്നേച്ചർ ഓരോ ആളുകളുടെയാണ്. നമുക്ക് ഈ വർക്കും കൂടെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അത്ര ഈ പറയുന്ന പോലെ വലിയൊരു
ഭയങ്കര ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറിന്റെ സിനിമയും നമ്മുടെ സിനിമയായിട്ട്. നമ്മുടെ സിനിമ ആളുകൾ ഗംഭീരം എന്ന് പറയുന്നു, കാണുന്ന ആളുകൾ ഹാപ്പി ആവുന്നു, അവർ കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തിക്കുന്നു, നമ്മളുടെ ഷോസ് കൂടുന്നു, നമ്പർ ഓഫ് ഷോസ് കൂടുന്നു, നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടുന്നു, കൂടുതൽ കളക്ഷൻ വരുന്നു. ഏറ്റവും എനിക്ക് ഇന്ന് ഇപ്പൊ ആനന്ദ് പറഞ്ഞു ഏറ്റവും സന്തോഷമുള്ള ആദ്യത്തെ ഷോ കണ്ടതിന് 3 ഇരട്ടി ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ കണ്ടത്, അതിലും കൂടുതൽ ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ കണ്ടത്. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നമുക്കുള്ളൂ.